റാം നാരായൺ റാം. ബോളിവുഡ് സെലിബ്രിറ്റികൾ പലരും രാഷ്ട്രീയ പാർട്ടികളിൽ ചേരുകയായിരുന്നു. അവർ പാർലമെന്റിൽ എത്തിയതിനു ശേഷം അവർ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇന്നലെ വരെ ധർമ്മത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവർ ഇന്ന് ധർമ്മത്തിൻ്റെ കാവൽക്കാരായി മാറിയിരിക്കുന്നു. എല്ലാ സെലിബ്രിറ്റികളും പരസ്യങ്ങൾക്കായി മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അമിതാഭ് ബച്ചനെക്കുറിച്ച് പറയണമെങ്കിൽ അയാൾക്ക് ഇപ്പോഴും പണം എന്തിനാണ് വേണ്ടത്? അയാൾ അങ്ങനെ വളരെ പണമുണ്ടാക്കിയിട്ട് അതുകൊണ്ട് എന്തു ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ ഭാര്യ ജയ ബച്ചൻ പാർലമെന്റിലാണ്. അവർ ധർമ്മത്തെക്കുറിച്ച് ഉപദേശിക്കുന്നു, എന്നാൽ അവർക്ക് തന്നെ ധർമ്മത്തെക്കുറിച്ച് അറിവില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ആളുകൾക്ക് പണം വേണം, ബഹുമാനവും വേണം, കൂടാതെ ധർമ്മത്തിൻ്റെ പ്രചാരണവും ചെയ്യണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ആളുകൾ ദുർഗാ പൂജയിലേക്ക് പോകാനും അവിടെ റിബൺ കട്ട് ചെയ്യാനും പോലും പണം വാങ്ങുന്നു. ഈ ആളുകൾക്ക് ഭൂമിയിലെ എല്ലാ ആസ്വാദ്യങ്ങളും ലഭിച്ചു. അവരെപ്പറ്റി പഠിച്ചവരൊക്കെയാണ് ഇതെല്ലാം നേടി എന്ന് പറയാനാവില്ല. ഭൂമിയിലെ മറ്റുള്ളവരും പഠിച്ചവരാണ്. ഭൂമിയിലെ ഓരോ മനുഷ്യനും അതിവേഗം അവരുടെ ആരാധകരായി മാറി. അവരെ ദൈവമാക്കിയവർ വിഡ്ഢികളാണ്. അവർ നമ്മുടെ പോലെയാണ്. എല്ലാ സെലിബ്രിറ്റികളും മരിച്ച ശേഷം എന്താണ് കൊണ്ടുപോകുക? അവർ ഒറ്റയ്ക്കായി വന്നവരാണ്, ഒറ്റയ്ക്കായി പോകുകയും ചെയ്യും. എങ്കിലും ആളുകൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അവർക്ക് ജ്ഞാനമില്ല. പ്രകൃതിയെക്കുറിച്ച് ആരും പറയുന്നില്ല. സമൂഹം എങ്ങനെ മെച്ചപ്പെടണം എന്ന് കുറിച്ചും ആരും പറയുന്നില്ല. അംബേദ്കറാണ് ഭരണഘടനയെ തയ്യാറാക്കിയത് എന്ന് പറയുമ്പോഴും യാഥാർത്ഥത്തിൽ ജവഹർലാൽ നെഹ്റുവാണ് അതിന് പിന്നിൽ. അംബേദ്കറിനെ അവർ ഒരു പ്രതിമയായി മാത്രം ഉപയോഗിച്ചു. ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അവരൊക്കെ ചേർന്ന് ഭരണഘടനയിൽ മാറ്റം വരുത്തണം. കാരണം 75 വർഷം പഴയ ഭരണഘടന ഇന്നത്തെ കാലത്തേക്കെങ്ങനെ ചേരും? ഇപ്പോൾ സയൻസ് മാറിയിരിക്കുന്നു, വിദ്യാഭ്യാസം മാറിയിരിക്കുന്നു, ദേശം തന്നെ മാറിയിരിക്കുന്നു, പ്രശ്നങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ആ പഴയ ഭരണഘടന എങ്ങനെ ഉപകാരപ്പെടും? അതിനാൽ പ്രകൃതിയെ ആധാരമാക്കിയ ഭരണഘടന വരുത്തണം. പ്രകൃതിയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം. മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് വന്നവനാണ്. പ്രകൃതിയിലെ 5 മൂലതത്വങ്ങൾ കാരണം മനുഷ്യൻ ആകുന്നു. പ്രകൃതിയുടെ അന്നം കഴിച്ചാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതിനാൽ സർക്കാർ പ്രകൃതിയെ ആധാരമാക്കിയ ഭരണഘടന കൊണ്ടുവരണം. പ്രതിപക്ഷ പാർട്ടികളും അതിന് പിന്തുണ നൽകണം. ഒരു ദിവസം പ്രകൃതിയുടെ ഭരണഘടന ഭൂമിയിൽ പ്രാബല്യത്തിൽ വന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും സ്വയം പരിഹാരമാകും. ഇപ്പോഴും ആളുകൾ മാറാതിരിക്കുകയാണെങ്കിൽ, പ്രകൃതിയെ അംഗീകരിക്കാത്തവരാണ് എങ്കിൽ, അതിൻ്റെ ധർമ്മം, അതിൻ്റെ നിയമം പിന്തുടരുന്നില്ലെങ്കിൽ വലിയ ഒരു നാശം നേരിടേണ്ടി വരും. അത് നമ്മളെ നേരിടേണ്ടി വരും. 75 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച പിഴവുകൾ വീണ്ടും ആവർത്തിക്കരുത്. പ്രകൃതി നമ്മളെ തിരുത്താൻ അവസരം നൽകി. അതിനാൽ മനുഷ്യൻ തിരുത്തപ്പെടണം. ഭൂമിയിലെ ഓരോ മനുഷ്യനും പ്രകൃതിയിൽ നിന്നാണ് വന്നത്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ നിഷേധിക്കില്ല, അവർ നിങ്ങളെ ജനിപ്പിച്ചു. അതുപോലെ തന്നെയാണ് പ്രകൃതിയും നിഷേധിക്കാൻ കഴിയില്ല. ഓരോ മനുഷ്യനും മനസ്സോടെ പ്രകൃതിധർമ്മം അംഗീകരിക്കണം. ഓരോ ചുവടിലും പ്രകൃതിയെ, പ്രകൃതിയുടെ നിയമത്തെ മുന്നോട്ടു കൊണ്ടുപോകണം. പ്രകൃതിധർമ്മത്തെ അംഗീകരിക്കണം. സൂര്യൻ തൻ്റെ പ്രകാശം നൽകുമ്പോൾ ഒരിക്കലും പക്ഷപാതം കാണിച്ചിട്ടില്ല. എല്ലാ ആളുകൾക്കും സമമായി പ്രകാശം നൽകുന്നു. മനുഷ്യൻ പ്രകൃതിയുടെ നിയമം അവഗണിച്ച് സ്വന്തം പ്രകൃതിയെ സൃഷ്ടിക്കുന്നു. മനുഷ്യൻ ഇതുവരെ ഒരു നല്ല കാര്യവും സൃഷ്ടിച്ചിട്ടില്ല. തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തിരുത്താൻ സമയമുണ്ട്. ആളുകൾ തിരുത്തപ്പെടണം. ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം കുടുംബവാദ പാർട്ടികളായി മാറിയിരിക്കുന്നു.
എല്ലാവരും പറയുന്നത് ബിജെപി ധർമ്മരാഷ്ട്രീയം ചെയ്യുന്നു എന്നതാകുന്നു. എന്നാൽ ധർമ്മം ഒഴിച്ചിട്ട് മറ്റെന്തിൻ്റെ പാർട്ടി ആകാനാകും? ഭൂമിയിൽ ധർമ്മത്തെ വിശ്വസിക്കാത്ത ഒരാളുമുണ്ടോ? ഓരോ മനുഷ്യനോടും ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും പ്രകൃതിയെ മനുഷ്യനെ തിരുത്താൻ അവസരം നൽകുന്നുണ്ട്. അതിനാൽ തിരുത്തപ്പെടുക. കാരണം ഭൂമി ഇതിനകം 52 തവണ മാറ്റം അനുഭവിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും സംഭവിച്ചാൽ ആരും രക്ഷപ്പെടില്ല. അതുകൊണ്ടുതന്നെ റാം നാരായൺ റാം എന്ന ജപം തുടർക്കുക, പ്രകൃതിയെ സ്വീകരിക്കുക. അതുവഴി പ്രകൃതി നമ്മെ കൂടുതൽ മെച്ചമായി സേവിക്കാൻ കഴിയട്ടെ.